ജ്യേഷ്ഠൻ എപ്പോഴും ഉപയോഗിക്കുന്ന റൂമിലല്ല അന്ന് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു, മകൻ്റെ ബെഡ്റൂമിലാണ്. അവിടെയാണ് മരിച്ചു കിടന്നിട്ടുണ്ടായിരുന്നു. ആ റൂം ഉപയോഗിക്കലും വളരെ കുറവാണ്. ജ്യേഷ്ഠൻ അങ്ങനെ പോകില്ല. മുമ്പിലുണ്ട്, ഇപ്പോൾ മകനിക്ക് കൊടുത്തതിന് പിന്നെ മരുമകളെല്ലാം ഉണ്ടാകും. ആ റൂം ഉപയോഗിക്കില്ല. അവിടെയാണ് മരിച്ചിട്ട് കിടന്നിട്ടുണ്ടെന്ന് ഇവർ പറയുന്നതുള്ളത്. ഞാനുണ്ടായിട്ടില്ല, ഞാൻ ഗൾഫിലുണ്ടായതാണ്. ഞാനും ജ്യേഷ്ഠൻ്റെ മകനും എൻ്റെ മക്കളും ഒരു മരുമകനിൽ അന്ന് വന്നതാണ്. പിന്നെ ഇവനാണെങ്കിൽ സുഖമില്ലാതെ ഓപ്പറേഷനിലാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ ആ റൂമിൽ സാധാരണ കിടക്കാറില്ല. അപ്പം അന്ന് അമ്മായിയോട് പറഞ്ഞ് ഈ റൂമിൽ ആൾ വരുന്നുണ്ട്, പിരിച്ചു വെക്കണം, പിരിവിനാരോ ഉസ്താദന്മാർ വരുന്നുണ്ട്, പിരിച്ചു വെക്കണം. അങ്ങനെ അന്ന് ആ റൂം വൃത്തിയാക്കി വെക്കുന്നത്. മറ്റേ റൂമിൽ അലങ്കോലപ്പെട്ടുകൊണ്ട് ഈ റൂമിൽ പിരിച്ചു വെക്കണം, അങ്ങനെയാണ് ആ റൂമിൽ പറഞ്ഞു പോയത് അമ്മായിയോട്. വീട്ടിലെ അമ്മായിയുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം 2 മണിക്ക് കൊണ്ടുപോയി. അന്ന് തന്നെ എടുത്ത്. കാരണം വെച്ചെങ്കിൽ നോമ്പ് 23 വെള്ളിയാഴ്ച ഞങ്ങൾ നല്ലൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും അത് ആ ഒരു ഇതുകൊണ്ട് എല്ലാവരും വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിളിച്ചു വെച്ച് ഞങ്ങൾ ഇവർക്ക് തന്നെ അത് വിട്ടുകൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആൾക്ക് ഇവിടെ എല്ലാം ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ട് അവരന്ന് തന്നെ ചെയ്തു. സംശയം 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് സ്വർണം പോയത്. ആ മരിച്ച സ്റ്റോക്കിൽ ആരും ഒന്നും പറയാനില്ല, പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ ഈ പെണ്ണുങ്ങളെല്ലാം തമ്മിൽ ചർച്ചയാകുമ്പോൾ എൻ്റെ നിന്നും സ്വർണ്ണം വാങ്ങിച്ചിനി ഗഫൂറാജി എല്ലാവരും പറയുമ്പോൾ കുറേ സ്വർണ്ണം വാങ്ങിച്ചു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോട് വിളിച്ചിട്ട് വാങ്ങിച്ചെങ്കിൽ ക്യാഷ് കൊടുത്തവർ വാങ്ങിക്കാതെ സ്വർണ്ണം വാങ്ങിച്ചവരുണ്ട്. ഡിസംബർ ലാസ്റ്റ് ജനുവരി മുതലാണ് വാങ്ങിക്കുന്നുള്ളത്. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മകളെ കല്യാണമുണ്ട്. അതിന് മുമ്പിൽ എല്ലാവരും സ്വർണ്ണം തിരിച്ചു തരാം, നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചോ. എല്ലാവരെയും ഫോട്ടോ എടുപ്പിച്ച് വെച്ചു. ജ്യേഷ്ഠൻ്റെ മൊബൈലിലുണ്ട്, അവരുടെ മൊബൈലിൽ എടുത്ത് വെച്ചു തരാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ബന്ധുക്കളെല്ലാം പുറത്തുള്ള ആൾക്ക് ആരുമില്ല. അല്ലല്ല, ഇത് പെങ്ങന്മാരത്, അഞ്ചൻ്റെ ഭാര്യമാരത്, അങ്ങനെ 12 പേര്. ഈ മരിച്ച അന്ന് തന്നെ എൻ്റെ ഒരു മൂത്തമ്മൻ്റെ മകനോട് ഒരു 15 പവൻ വാങ്ങിച്ചിരുന്നു. അവന് പറഞ്ഞത് പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ, സ്വർണ്ണം ഇത്രയേ ഉള്ളൂ. അവനോട് 50 പവനാണ് ചോദിച്ചത്. അപ്പോൾ അവന് പൈസ എനിക്ക് വേണ്ട. അതേ മരിക്കുന്നതിന് ഒരു ദിവസം മുന്നേ 2 ദിവസം മുന്നേ വേറൊരാളോട് ചോദിച്ചത്. അതും എൻ്റെ ഒരു മുത്തമ്മൻ്റെ മകൻ തന്നെ. അത് അവന് വലിയ ഒരു ഇതായിട്ടുള്ളത് അമീദ് എന്ന പേര്. അവനോടും സ്വർണ്ണം ചോദിച്ചിട്ട് അവനും പറഞ്ഞു എൻ്റെ ഒക്കെ സ്വർണ്ണമില്ല. എന്നിട്ട് സ്വർണ്ണം ഇത്രയേ ഉള്ളൂ, സ്വർണ്ണം കൊടുത്തു. ഒരു 10-12 പവൻ കാശ് അവനും കൊണ്ടുവന്നിരുന്നു. അവനോട് വാങ്ങിച്ചില്ല. ഇല്ല ഉണ്ട്. ഞങ്ങൾ ജ്യേഷ്ഠനുജന്മാരെ എത്തിയിട്ട് എല്ലാവരും ഒന്നിച്ചിട്ടാണ്. ഞങ്ങൾ 4 ആളുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എല്ലാം ഒന്നിച്ചിട്ട് ഹോട്ടലുണ്ട്, ഇതെല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ അതിന് ഞങ്ങൾക്ക് അല്ലാഹ് അല്ല, ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ അമ്മായിക്ക് സുഖമില്ലാതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ ഇവിടെ വന്നിട്ട് കയറി കൊടുത്തിട്ട് എല്ലാ പണിയും എടുക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ തന്നെയാണ്, ഈ രാക്ഷസിയാണ് ഇവിടെ ക്യാമറ വെപ്പിച്ചതും എല്ലാം ചെയ്തത്. ഈ രാക്ഷസി തന്നെ ഈ ക്യാമറയും ബന്ധാക്കിച്ചത്. ഇപ്പം അമ്മായി തന്നെ ഓണാക്കിയെങ്കിൽ ജ്യേഷ്ഠം വന്നിട്ട് വേണ്ട അത് ഓഫാക്കും. അറിയില്ല, എന്തോ ചെയ്തു. ഇവര് സ്വർണ്ണം ഇരട്ടിപ്പിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നത്. എന്ത് മന്ത്രം ഒന്നും പഠിച്ചിട്ടില്ല. ഇതെല്ലാം ഇവിടെ നിന്ന് ബുക്ക് നോക്കിയിട്ട് ബാക്കിയിട്ട് ഇങ്ങനെ ഇത് പഠിച്ചതാണ്. ആൾക്കാരെ പറ്റിക്കാൻ ഭയങ്കര കാസർഗോഡ് ജില്ലയിൽ എത്രയോ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. പലരും മാനഹാനി പറഞ്ഞിട്ട് പുറത്ത് പറയാതിരിക്കുന്നുണ്ട്, പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, പലരെയും സ്വർണ്ണ ഇരട്ടിപ്പാൻറ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും അവർ തന്നെ മൊത്തത്തിൽ അസ്രീഫ എന്ന് പറയുന്നതാണ് ഇവന്റെ എല്ലാത്തിന്റെ ഏജൻസി. ഇവിടെ പൂച്ചക്കാട് മേഖലയിലെ ഏജൻസി അവർക്ക് ഇതിന് കമ്മീഷൻ പോകുന്നുള്ളത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവരാണ്. ഈ ക്യാമറ വെക്കാൻ പറഞ്ഞത് ഇവരാണ്, ഒഴിവാക്കിയത് ഇവളാണ്. ക്യാമറ വെക്കാൻ പറഞ്ഞത് മറ്റേ നോർമലായിട്ട് അതിൻ്റെ ഈ ഇതില്ല എന്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ക്യാമറ വെച്ചാൽ മതി, അപ്പോൾ ആൾക്കാർക്ക് ഇതാന്ന് പറ്റിക്കാൻ വേണ്ടി ഇതാന്ന് പറഞ്ഞ് ജ്യേഷ്ഠ ആ സമയത്തിന് നല്ല ക്യാമറ വെച്ച് ഒറിജിനൽ ഇവിടെ അടുത്തുള്ള ഒരു പാലക്കുന്നുള്ള ഒരു ആളുകൾ. അപ്പോൾ അത് പിന്നീട് ഇത് ഓഫാക്കാൻ പറഞ്ഞിട്ടായിട്ട്. അപ്പം നോമ്പിന് തന്നെ ഇവിടെ ഞങ്ങൾ പറയുന്നതിന് എന്താ കാരണം എന്ന് പറഞ്ഞു. ഇല്ല ജ്യേഷ്ഠം ബന്ധാക്കുന്നില്ല. പിന്നെ ഇവർ ചോദിക്കുന്ന അമ്മായി ചോദിക്കുന്നതിന് വന്നിന് എനിക്കെന്ത് പ്രശ്നമെന്ന് ചോദിക്കുന്നു. നോമ്പിൻ്റെ സമയത്ത് ഇവിടെ ഒരു കള്ളൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. രാത്രി കള്ളനുണ്ട് എന്നിട്ട് അങ്ങനെ എൻ്റെ മകനോട് ഇടുന്നുള്ള നമ്മൾ ചെറുപ്പക്കാർ പിള്ളവനെ നിൻ്റെ മൂത്ത എൻ്റെ ഇവിടെ നോക്ക്, ഇതിലെ കൂടിയിട്ട് ഓടിപ്പോയിന്നു. അങ്ങനെ ഇവിടെ അവൻ ക്യാമറ നോക്കുമ്പോൾ രാത്രി 12:30 മണി സമയത്ത് ജിന്നുമാവിൻ്റെ ഭർത്താവും ഗഫൂറാജി ഇവിടുന്ന് വാക്ക് പറയുന്നത് വണ്ടി വെച്ചിട്ട് ഈ ഷെഡിന് എടുക്കുന്നു. എത്ര മണിക്ക്? 12 മണിക്ക്. അങ്ങനെ എൻ്റെ മോനിപ്പോൾ ഒരു ഇങ്ങനെ ഇതാക്കിയിട്ട് പറയാം, രാത്രി നല്ല സംഭാഷണം ഉണ്ടല്ലോ മൊത്ത എന്ന് പറഞ്ഞിട്ട് അവനെ ജ്യേഷ്ഠനോടൊരു
അതും പറഞ്ഞിരുന്നു. അതെല്ലാം ഇവർ ക്യാമറയിൽ നിന്ന് ഒഴിവാക്കി. പോലീസ് അന്വേഷണം എങ്ങനെയായിരുന്നു അവസാനം 8 മാസത്തിന് ശേഷം? ഈ ഇപ്പോൾ 18-19 മാസമായി, 2 വർഷമായില്ലേ ഇപ്പോൾ മരിച്ചിട്ട്, 2 വർഷത്തിനിടയ്ക്കായി. ഈ നോമ്പാവ് 2 വർഷമായി. അപ്പോൾ മുമ്പുള്ള അന്വേഷണം എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ സാറ് വന്നതിന് ശേഷം നമ്മളെ SP നമ്മളോട് വിളിച്ചിട്ട് സംഭവം പറയുന്നത് ഇങ്ങനെയുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി, ഞങ്ങൾ നോക്കി എല്ലാ കാര്യത്തിലും ഞങ്ങളോട് നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ക്രൈംബ്രാഞ്ചിനാണ് കൊടുക്കാം. ക്രൈംബ്രാഞ്ച് ഉത്തമദാസ് സാർ പറഞ്ഞു ഇവിടെ കുറേ കേസുണ്ട്, ഇത് എനിക്ക് അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അപ്പോൾ അന്ന് SP സുനിൽ സാർ, അവർ SP ശില്പ സാർ വേറൊരു ആളെ കൊണ്ട് നിൽക്കാം, അവർ കൊടുത്തു. അവരന്വേഷണത്തിൽ ഞങ്ങൾ നല്ല തൃപ്തി. ടീമായിട്ടുള്ള എല്ലാവരും നല്ല പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയാണ് ഈ കണ്ടെത്താൻ? അവർ നല്ല വെച്ചെങ്കിൽ 100-ലും പെർഫെക്റ്റാണ്, അതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചെങ്കിൽ അവർ എന്ത് ആവശ്യമുണ്ടോ അപ്പോഴന്നെ ഞങ്ങളെ വിളിക്കും. ഇന്ന നമ്പർ വേണം, അല്ലെങ്കിൽ ഇന്നാളെ വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അങ്ങ് പോയിട്ട് ഇന്നത് എടുത്ത് കൊണ്ട് തരണം. എല്ലാം എപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണെങ്കിലും ഭാര്യയോടാണെങ്കിലും എല്ലാവരും. ഇപ്പം ഞങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആളെ തന്നെ അവിടെ SP ഓഫീസിലേക്ക് 4 പ്രാവശ്യമാണ് ഞാൻ എൻ്റെ ഉമ്മാനെ സുഖമില്ലാതെ ഉമ്മാനെയും കൊണ്ട് പോയി. ഉമ്മാണെങ്കിൽ ഈ 2 വർഷത്തേക്ക് ഒരു രാത്രി ഉറങ്ങിയെന്ന് തോന്നുന്നില്ല എനിക്ക്. എപ്പോഴും ഈ മോൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കാന്ന്. ഇവരെല്ലാവരും ഈ വീടുമായിട്ട് കണക്ഷൻ ഉള്ളവരാണ്, ഈ 2 പേര് മാത്രമാണോ? ഈ കാസർഗോഡുള്ള ആ പെണ്ണുങ്ങളെ എനിക്കറിയില്ല, മധൂറുള്ള, അത് ഞാൻ ഫസ്റ്റ് കാണുന്നതാണ്. ഇവർ അസിരിപ്പാവും ഈ ഉബൈസും അവൻ്റെ ഭാര്യയെല്ലാം ഇവിടെ നല്ല കണക്ഷനുള്ളതാണ്. അല്ല, അവർ കുറേ ദൂരമല്ലേ. ഈ അസിരിഫ എന്ന് പറയുന്ന വീട് അടുത്താണ്. തൃപ്തി വെച്ചാൽ 100% തൃപ്തിയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ.